ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പോലും തകരാറാകുന്ന തരത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര യുദ്ധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ട്രംപ് ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ എടുത്തപ്പോൾ തന്നെ വലിയ രീതിയിലൊരു ചോദ്യം ഉയർന്നിരുന്നു. എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല? കാരണം ഡൊണാൾഡ് ട്രംപുമായിട്ട് വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരു രാഷ്ട്ര നേതാവാണ് നരേന്ദ്രമോദി. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനം ഇക്കാര്യത്തിൽ ഉയർന്നിരുന്നു. മോദി എന്തുകൊണ്ട് മൗനമായിരിക്കുന്നു? അപ്പോൾ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. അതെല്ലാം കൂടി ചേർത്താണ് ഇക്കാര്യത്തിൽ നമ്മൾ ഒരു വിശദീകരണം തരേണ്ടത്. കാരണം ട്രംപ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിനിടയിൽ ഇടപെട്ടു, ഞാനാണ് അതിൽ സമാധാനം ഉണ്ടാക്കിയത്, ഞാനാണ് വെടിനിർത്തൽ സാധ്യമാക്കിയത് എന്ന തരത്തിൽ അവകാശവാദം ഉന്നയിച്ചു. ഇതിൽ ഇന്ത്യക്ക് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ചില വാർത്തകൾ വരികയും ചെയ്തു. അദ്ദേഹം തന്നെ ട്രംപ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി ഒരു വാർത്ത പുറത്തുവിട്ടു, രണ്ട് രാജ്യങ്ങളും വെടിനിർത്തൽ കരാറായി എന്ന തരത്തിൽ. ആ സമയത്ത് നമ്മുടെ ഇന്ത്യൻ ദേശീയ മാധ്യമങ്ങൾ പലരും അത് കോട്ട് ചെയ്ത് വാർത്ത കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി, ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും സൈനിക മേധാവികൾ പരസ്പരം ഫോണിൽ ഹോട്ട്ലൈൻ വഴി സംസാരിച്ച് വെടിനിർത്തൽ ധാരണയായതാണ്, അതിൽ ഒരു മൂന്നാമതൊരാൾ ഇടപെട്ടിട്ടില്ല എന്നൊരു നിലപാട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഇന്ത്യയുടെ സൈനിക നേതൃത്വവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച അവകാശവാദം ഉന്നയിച്ചു. ആ സമയത്ത് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള സൗഹൃദത്തിന് ഒരു ഇടർച്ച ഉണ്ടായി എന്നുള്ളത് വ്യക്തമാണ്. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഇന്ത്യക്കെതിരെ നികുതി പ്രഖ്യാപനമൊക്കെ നടത്തിയത്. അപ്പോഴും നിരന്തരമായ ചോദ്യമുയർന്നു, പ്രധാനമന്ത്രി മോദി ട്രംപുമായിട്ട് സംസാരിച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ, പിന്നെന്തുകൊണ്ട് ഇദ്ദേഹം ഇടപെട്ടില്ല? പക്ഷേ പിന്നീട് നമ്മൾ G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദി കാനഡയിൽ പോയ സമയത്ത് ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കാണാൻ അദ്ദേഹത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷേ നരേന്ദ്രമോദി വരുന്നത് കണ്ട് പേടിച്ചിട്ടാണോ അതോ മറ്റെന്തെങ്കിലും ന്യായം പറഞ്ഞിട്ടാണോ ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ അവിടുന്ന് സ്ഥലം കാലിയാക്കി. അദ്ദേഹം ആ സമയത്ത് ഇറാനിൽ അമേരിക്ക സൈനികമായി ഇടപെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അടിയന്തര യോഗം ഉണ്ടായിരുന്നു എന്ന ന്യായം പറഞ്ഞാണ് ട്രംപ് അവിടുന്ന് മുങ്ങിയത്. പക്ഷേ നരേന്ദ്രമോദി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച അദ്ദേഹത്തിൻ്റെ കടുത്ത അതൃപ്തി ട്രംപിനെ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഒരു മധ്യസ്ഥനെ ഇന്ത്യ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, അത് ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ് എന്ന് നരേന്ദ്രമോദി അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിരുന്നു. ആ സമയത്ത് ട്രംപ് വീണ്ടും ഒരു അഭ്യർത്ഥന രൂപേണ നരേന്ദ്രമോദിയോട് പറഞ്ഞു, പാകിസ്ഥാൻ എനിക്ക് നോബൽ സമ്മാനം തരാനായിട്ട് ശുപാർശ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നരേന്ദ്രമോദി അക്കാര്യത്തിലും ഇന്ത്യയുടെ നിലപാട് ആവർത്തിച്ചു. ഇത്തരത്തിലൊരു മധ്യസ്ഥനെ പിന്തുണയ്ക്കേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. അത്തരത്തിൽ രണ്ട് നേതാക്കളും തമ്മിലുള്ള വ്യക്തിബന്ധം വലിയ രീതിയിൽ പ്രശ്നബാധിതമായിരുന്നു. എന്നിരുന്നാലും പിന്നീടും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു, ഇന്ത്യക്കെതിരെ ഇത്തരത്തിൽ താരിഫ് യുദ്ധം അമേരിക്ക പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കാണും, അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഡൊണാൾഡ് ട്രംപിനെ നരേന്ദ്രമോദി തന്നെ നേരിൽ കണ്ട് അനുനയിപ്പിക്കും എന്നുള്ള ചില വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേ ദേശീയ മാധ്യമങ്ങൾ തന്നെ കൊടുത്ത വാർത്തയാണ്, ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ പിന്നീട് 4 തവണ ഫോണിൽ വിളിച്ചു, പക്ഷേ മോദി ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്ന തരത്തിൽ ദേശീയ മാധ്യമങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു വന്നല്ലോ, നരേന്ദ്രമോദി നേരിട്ട് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള ആ വാർത്തയുടെ കാരണം ഐക്യരാഷ്ട്രസഭയുടെ വാർഷിക സമ്മേളനം വരാൻ പോവുകയാണ്. വരുന്ന 9-ാം തീയതി, സെപ്റ്റംബർ 9-ാം തീയതിയാണ് ഈ വാർഷിക സമ്മേളനം തുടങ്ങുക. ഇതുമായി ബന്ധപ്പെട്ട ഈ ഉന്നതതല യോഗം ഉണ്ട്. അതായത് ഓരോ രാജ്യത്തിൻ്റെയും പ്രധാനമന്ത്രിമാർ അല്ലെങ്കിൽ പ്രസിഡന്റുമാർ അടക്കമുള്ള ഉന്നത നേതാക്കൾ പങ്കെടുക്കുന്ന ഉന്നതതല യോഗം ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതിൻ്റെ സമയം സെപ്റ്റംബർ 23 മുതൽ 29 വരെയാണ്. ഈ ഐക്യരാഷ്ട്രസഭ നമുക്കറിയാമല്ലോ, ലോകത്ത് സമാധാനം ഉണ്ടാകണം, ലോകത്ത് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ വളരണം എന്നുള്ള ഒരു അജണ്ടയ്ക്ക് കീഴിൽ, യുദ്ധമുണ്ടാകരുത് എന്നൊരു അജണ്ടയ്ക്ക് കീഴിൽ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ്. അമേരിക്കയിലെ ന്യൂയോർക്കാണ് ഇതിൻ്റെ ആസ്ഥാനം. അപ്പോൾ ഈ വാർഷിക സമ്മേളനത്തിൽ 80-ാമത് വാർഷിക സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഈ വാർഷിക സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രതിനിധിയാകും. ആ യോഗത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ ചെല്ലുന്ന മോദി ഡൊണാൾഡ് ട്രംപിനെ നേരിൽ കണ്ട് ഇന്ത്യ അമേരിക്ക വ്യാപാര തർക്കം സംബന്ധിച്ചുള്ള ഇന്ത്യയുടെ ആശങ്ക ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കും. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒത്തുതീർപ്പ് ഇതിനുശേഷം ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് ദേശീയ മാധ്യമങ്ങൾ നേരത്തെ വാർത്ത നൽകിയിരുന്നത്. ഇതിനൊരു കാരണവുമുണ്ട്. നേരത്തെ തന്നെ ഐക്യരാഷ്ട്രസഭ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് പ്രസംഗിക്കുന്നവരുടെ ലിസ്റ്റ്
പുറത്തുവിട്ടപ്പോൾ ഇന്ത്യൻ പ്രതിനിധിയായിട്ട് ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരായിരുന്നു. അപ്പോൾ ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് നരേന്ദ്രമോദി ട്രംപിനെ കാണാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അമേരിക്കയിലേക്ക് പോകുന്നത് എന്ന വാർത്ത ദേശീയ മാധ്യമങ്ങൾ നൽകിയത്. പക്ഷേ ഇപ്പോൾ വരുന്ന വാർത്തകൾ പ്രകാരം ഐക്യരാഷ്ട്രസഭയുടെ പുതിയ പ്രാസംഗികരുടെ ലിസ്റ്റിൽ ഇന്ത്യക്ക് വേണ്ടി പങ്കെടുക്കുന്നത് ഒരു മിനിസ്റ്റർ, ഒരു മന്ത്രി ആയിരിക്കും. സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ പോവുക ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും. അപ്പോൾ നരേന്ദ്രമോദിക്ക് പകരം എസ് ജയശങ്കറാണ് ഇക്കാര്യത്തിൽ നിലപാടറിയിക്കുന്നത്. ജയശങ്കറും അത്ര മോശക്കാരനൊന്നുമല്ല. അമേരിക്കക്കെതിരെ കൃത്യമായ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കി, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ചുട്ട മറുപടി കൊടുത്ത ഒരാൾ കൂടിയാണ് എസ് ജയശങ്കർ. അപ്പോൾ പക്ഷേ ചുക്കിനോ എന്താ പറയുക, മോദിക്ക് പകരമാകില്ലല്ലോ ജയശങ്കർ എന്ന് ചോദിച്ചാൽ ശരിയാണ്. പക്ഷേ ഇന്ത്യൻ നിലപാടുകൾ വ്യക്തമാക്കാൻ തൽക്കാലം ജയശങ്കറും മതിയാകും. പക്ഷേ എന്തുകൊണ്ട് മോദി ട്രംപിനെ കാണാൻ കൂട്ടാക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഒരു സമ്മേളനം അതിൽ പങ്കെടുക്കേണ്ട എന്ന് മോദി തീരുമാനിച്ചു എന്നുള്ളതിൻ്റെ കാരണം വളരെ വ്യക്തമാണ്. ട്രംപ് എന്ന് പറയുന്ന ആ ഒരു തെമ്മാടിയെ, അല്ലെങ്കിൽ ആ ഒരു നേതാവിനെ ഒരു കാരണവശാലും അനുനയിപ്പിക്കാനോ അംഗീകരിക്കാനോ ഇന്ത്യ തയ്യാറല്ല എന്നുള്ള കൃത്യമായ ഒരു സന്ദേശം കൂടിയാണ് ഈ ഘട്ടത്തിൽ നരേന്ദ്രമോദി നൽകുന്നത് എന്ന് വ്യക്തം. അതിൻ്റെ ചില ദൃശ്യങ്ങൾ, ചിത്രങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെ, റഷ്യക്കെതിരെ കടുത്ത നിലപാട് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്ന ആ അവസരത്തിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്: ഇന്ത്യയുടെ കർഷകർ, ഇന്ത്യയുടെ ചെറുകിട ഉൽപാദകർ, ഇന്ത്യയിലെ കച്ചവടക്കാർ, ഇവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് പരമപ്രധാനം. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും അത് കൊടുത്ത് ഇവരുടെ താല്പര്യങ്ങൾ ഞാൻ സംരക്ഷിക്കും എന്ന നിലപാട് അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് പിന്നാലെ ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടുകൾ ട്രംപ് തുടർന്നു. പക്ഷേ ഇന്ത്യ, ചൈന, റഷ്യ സഖ്യം ശക്തമാകുന്നു. ആ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. എനിക്ക് തോന്നുന്നു ആ മൂന്ന് നേതാക്കളും വളരെ ബോധപൂർവം തന്നെ അടുത്ത് ഇടപഴകിക്കൊണ്ട് അല്ലെങ്കിൽ ആ ചിത്രങ്ങൾ പങ്കുവെച്ചതാണ് എന്ന് വ്യക്തം. കാരണം ഇതെല്ലാം ഡൊണാൾഡ് ട്രംപിന് കൊടുക്കുന്ന ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു മറുപടി എന്ന നിലയിലാണ് മൂന്ന് രാഷ്ട്ര നേതാക്കളും വളരെ അടുത്ത സൗഹൃദം പുലർത്തുന്ന ദൃശ്യങ്ങൾ അത് അവരവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വഴി ഷെയർ ചെയ്തതെന്ന് ഓർക്കണം. അപ്പോൾ ട്രംപിനെ ഇനി ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ട്രംപ് വിളിച്ച 4 ഫോൺ കോളുകൾ മോദി എടുക്കേണ്ടതാണല്ലോ. അപ്പോൾ ട്രംപിനെ ഇനി ഒരു കാരണവശാലും ഒരു വേദിയിലും കാണാനോ സംസാരിക്കാനോ കൂട്ടാക്കുന്നില്ല. ആ ഭീഷണിയുടെ വില പോകില്ല എന്നൊരു നിലപാട് അതിൽ നരേന്ദ്രമോദി ഉറച്ചു നിൽക്കുന്നു, ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു. ആ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട എന്നൊരു നിലപാട് മോദി എടുത്തിരിക്കുന്നത് എന്ന് വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അവിടെ വലിയ ലോക നേതാക്കൾ, രാഷ്ട്ര നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇസ്രയേൽ, ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയവരുടെ നേതാക്കൾ 26-ാം തീയതിയാണ് നരേന്ദ്രമോദി അവിടെ പ്രസംഗിക്കുമെന്നുള്ള സൂചന വന്നത്. ഇപ്പോൾ 27-ാം തീയതി ജയശങ്കർ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കും എന്നുള്ള ലിസ്റ്റ് വരുന്നു. ഇനി എന്തെങ്കിലും പരിപാടിയിൽ അവസാനഘട്ട മാറ്റങ്ങളുണ്ടോ എന്നുള്ളത് ഇനിയും അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻ കിട്ടാനേ ഉള്ളൂ. പക്ഷേ 23-ാം തീയതി ഡൊണാൾഡ് ട്രംപ് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഈ സമ്മേളനത്തിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇനി ആ വേദിയിൽ ട്രംപ് എന്ത് വെടിയാണോ പൊട്ടിക്കാൻ പോകുന്നതെന്ന് അറിയില്ല. ഏതായാലും നരേന്ദ്രമോദി ആ സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം നമുക്ക് വ്യക്തതയുണ്ട് ഇപ്പോൾ.